ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവരുടെ വീടുകളിൽ ഉദ്യോഗസ്ഥർ ഡിസംബർ 2 മുതൽ പരിശോധനകൾ ആരംഭിക്കുകയാണ്. ഇതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക. പാവപ്പെട്ടവർക്ക് നൽകുന്ന ക്ഷേമ പെൻഷനുകൾ 10,000-കണക്കിന് അനർഹർ വാങ്ങുന്നതായി ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. സർക്കാരിൽ നിന്നും ലക്ഷങ്ങളും 10,000-ങ്ങളും വാങ്ങുന്നവരും സർക്കാർ ജോലിയിൽ നിന്ന് വിരമിച്ച് പെൻഷൻ വാങ്ങുന്നവരും BMW കാറുള്ളവരും പടുകൂറ്റൻ വീടുള്ളവരുമൊക്കെ പാവങ്ങൾക്ക് മാസം തോറും കൊടുക്കുന്ന 1,600 രൂപ ക്ഷേമ പെൻഷൻ അനർഹമായി വാങ്ങുന്നതായി തെളിഞ്ഞതിനെ തുടർന്നാണ് തദ്ദേശ സ്ഥാപന തലത്തിൽ വീടുകളിൽ പരിശോധന ആരംഭിക്കുന്നത്. പല പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥരും ധനികരാണെന്ന് അറിഞ്ഞിട്ടും പെൻഷൻ പട്ടികയിൽ ഉൾപ്പെടുത്തി എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സർക്കാർ മിക്കവാറും മാസങ്ങളിൽ കടമെടുത്തുകൂടിയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനുള്ള 900 കോടി രൂപ കണ്ടെത്തുന്നത്. അതിനാൽ തന്നെ അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെ കണ്ടെത്തി പുറത്താക്കുന്നതിനും അവർ ഇതുവരെ വാങ്ങിയ തുക പലിശ സഹിതം തിരിച്ചു പിടിക്കുന്നതിനുമായാണ് സർക്കാർ ഉദ്യോഗസ്ഥർ വീടുകളിൽ പരിശോധനയ്ക്ക് എത്തുന്നത്. നമ്മുടെ വീടുകളിലും എത്തിച്ചേരുന്ന ഉദ്യോഗസ്ഥർ പ്രധാനമായും 4 കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. ഇതിൽ പ്രധാനമായും വാർഷിക വരുമാനം 1 ലക്ഷത്തിൽ താഴെയാണ് എന്ന് സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ടാണ് എല്ലാവരും സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. 1 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ളവർക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുവാൻ അർഹതയുള്ളത്. അതിനാൽ നിങ്ങളുടെ കുടുംബ വാർഷിക വരുമാനം ഉദ്യോഗസ്ഥർ വിലയിരുത്തിയേക്കും. വിവാഹിതരായ മക്കളുടേത് ഒഴികെയുള്ള എല്ലാ വരുമാന സ്രോതസ്സുകളിലൂടെയും ലഭിക്കുന്ന വരുമാനമാണ് ഇതിന് കണക്കാക്കുന്നത്. ഇത് 1 ലക്ഷത്തിൽ അധികമാണെന്ന് കണ്ടെത്തിയാൽ പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്തേക്ക് മാറ്റിയേക്കും. അതുപോലെ നിങ്ങളുടെ വീടിന്റെ വിസ്തീർണവും പരിശോധിക്കും. 2000 സ്ക്വയർ ഫീറ്റിൽ കൂടുതലുള്ള വീടുകളെ ആഡംബര വീടുകളായിട്ടാണ് സർക്കാർ പരിഗണിക്കുന്നത്. ഇത്തരം ആഡംബര വീടുകളിൽ കഴിയുന്നവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷന് അർഹതയില്ല. അതിനാൽ വാർദ്ധക്യകാല പെൻഷനൊക്കെ വാങ്ങുന്നവർ 2000 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വലിപ്പമുള്ള വീടുകളിലാണ് കഴിയുന്നതെങ്കിൽ അവരെയും അയോഗ്യരായി പരിഗണിച്ച് ഒഴിവാക്കിയേക്കും. അതുപോലെ പെൻഷൻ ഗുണഭോക്താവിന് ടാക്സി ആവശ്യത്തിനല്ലാതെ സ്വകാര്യ ആവശ്യങ്ങൾക്കായി 4 ചക്ര വാഹനം ഉണ്ടെങ്കിൽ അത്തരക്കാരെയും പെൻഷൻ പട്ടികയിൽ നിന്നും ഒഴിവാക്കും. മറ്റൊന്ന്, വീടുകളിലെ റൂമുകളിൽ AC ഉണ്ടെങ്കിൽ അതും ആഡംബര വീടിന്റെ ഗണത്തിൽപ്പെടുത്തി പെൻഷൻകാരെ പുറത്താക്കുന്ന ഒരു രീതിയുണ്ട്. ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി ഇത്തരം ഭൗതിക സാഹചര്യങ്ങൾ കൂടി പരിശോധിച്ചാണ് അനർഹരെ കണ്ടെത്തി പുറത്താക്കുക. പെൻഷൻ ലഭിക്കുന്നവർ അനർഹരാണോ എന്ന് ഇന്ന് മുതൽ ആരംഭിക്കുന്ന വിവിധ പരിശോധനകളിൽ നിങ്ങളും ഉൾപ്പെട്ടാൽ ഒന്നെങ്കിൽ വാങ്ങിയ പെൻഷൻ തുക പലിശ സഹിതം തിരിച്ചെടുക്കാൻ ആവശ്യപ്പെടും, അല്ലെങ്കിൽ നിങ്ങളുടെ പെൻഷൻ സസ്പെൻഡ് ചെയ്ത് തുടർന്നുള്ള പെൻഷൻ ലഭിക്കാതാകും. ഇതിൽ ഏതെങ്കിലും നടപടി ആയിരിക്കും ഉണ്ടാവുക. അനർഹരാണെന്ന് മനസ്സിലായ പെൻഷൻ പദ്ധതിയിൽ നിന്നും സ്വയം മാറുവാൻ താൽപ്പര്യമുള്ളവർക്ക് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റികളിലൊക്കെ അറിയിച്ച് പദ്ധതിയിൽ നിന്നും മാറുവാനുള്ള അവസരം ഉണ്ടായിരുന്നു. വരുമാന സർട്ടിഫിക്കറ്റും മസ്റ്ററിങ്ങും ഒക്കെ ചെയ്യാതിരുന്ന് പെൻഷൻ ലഭിക്കുന്നതിൽ നിന്നും ഒഴിവാകുവാനും കഴിയുമായിരുന്നു. പെൻഷൻ നിലവിൽ 4 മാസം കുടിശ്ശികയാണ്. അനർഹരായവർ ഒഴിവാകുന്നത് അർഹരായവർക്ക് കൃത്യമായി പെൻഷൻ നൽകുന്നതിന് സഹായമാകുമെന്നാണ് സർക്കാർ വിലയിരുത്തൽ. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് പരിശോധനകൾ ആരംഭിക്കുന്നത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.